ഹായ് നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സീനറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓയിൽ പേസ്റ്റലിന്റെ ഒരുപാട് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു പെയിന്റിംഗ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പെയിന്റിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനൊരു ഗ്രൗണ്ടിൻ്റെ ലൈനാണ് വരയ്ക്കുന്നത്. നമ്മുടെ ഹൊറൈസൺ ലൈനാണ് ആദ്യം വരയ്ക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ലൈൻ വരുന്നത്. അത് ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അതിവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്തായിട്ട് ഇതിൽ കൂടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴോട്ടൊന്ന് ചെരിഞ്ഞു വന്നു. വീണ്ടും അതിനെന്ത് ചെയ്യുക, ഒരു മുന്നോട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ താഴത്തെ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കരയുടെ പോർഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കുറച്ച് ചെടികളാണ്, അത് നമുക്ക് ഫൈനലി കളർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കാം. ഉണ്ടോ, ഇത്രയാണ് വരുന്നത്. ഇപ്പം ഇത്രയും മാത്രമാണ് ഇതിൽ ഔട്ട്ലൈൻ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് കളർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇതൊരു വെള്ളത്തിൻ്റെ പോർഷനാണ്. ഇവിടെ ഒരു കരയുടെ പോർഷൻ ഉണ്ട്. ഇവിടെ കുറേ ട്രീകളുണ്ട്. ആ ഒരു ട്രീയുടെ ഓൾമോസ്റ്റ് ഹൈറ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓൾമോസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഏകദേശം ഇത്രയും ഹൈറ്റ് മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് റാൻഡം ഷേപ്പിലായിരിക്കും നമ്മൾ കളർ ചെയ്യുക. കണ്ടോ, ഇതേപോലെ ദൂരത്ത് നിൽക്കുന്ന കുറച്ച് ട്രീകൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് മാക്സിമം മൾട്ടിപ്പിൾ ലൈൻസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നീറ്റായിട്ട് ഒറ്റ സിംഗിൾ ലൈനിൽ തന്നെ ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ കളറൊക്കെ ചെയ്യുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. മാക്സിമം ലൈറ്റായിട്ട് വരയ്ക്കുക കേട്ടോ. ഞാൻ ഇത്രയും ഇവിടെ ഡാർക്കായിട്ട് വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ക്യാമറയിൽ ഒന്ന് വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആക്ച്വലി പേഴ്സണലി ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡാർക്കായിട്ട് വരയ്ക്കാറില്ല. അപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഡാർക്കായിട്ട് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് കളർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കളർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് സ്കൈ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്കൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സ്കൈ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സ്കൈ ബ്ലൂ എടുത്തിട്ട് നമുക്ക് ആദ്യം സ്കൈ കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ഞാൻ സ്കൈ ബ്ലൂ ആണ് ചെയ്യുന്നത്. ആക്ച്വലി സ്കൈ നമുക്ക് ഇവിടെ ചെറിയൊരു സ്പേസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പകുതി വരെ സ്കൈ ബ്ലൂ ചെയ്യാം. ഇവിടെ വരെ ഒന്ന് ഡാർക്കായിട്ട് ചെയ്യാം, നമ്മുടെ സ്കൈൻ്റെ പകുതി വരെ. എന്നിട്ട് ഇവിടെ ഒന്ന് ലൈറ്റായിട്ട് ചെയ്യാം താഴ്ഭാഗത്ത് ബാക്കി സ്പേസ്. ഓക്കെ, ഡാർക്കിൽ നിന്ന് മെല്ലെ ലൈറ്റിലോട്ട് വരുന്നത് പോലെയാണ് ചെയ്യുന്നത്. താഴെ എത്തുമ്പോൾ കുറച്ചൊന്ന് ലൈറ്റായിട്ട് വരുന്നത് പോലെ. നമ്മളിവിടെ ഇനി എന്ത് ചെയ്യാം, വൈറ്റും കൂടി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ആ ഒരു സ്കൈൻ്റെ പോർഷൻ നമുക്ക് കളർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ലൈറ്റായിട്ട് ചെയ്തതിൻ്റെ മുകളിലൂടെ വൈറ്റ് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കളർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കൈൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കളർ നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. വേണമെങ്കിൽ ക്ലൗഡ്സ് പോലെയൊക്കെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ഇതേപോലെ കുറച്ചൊന്ന് എന്ത് ചെയ്യാം, വൈറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും സ്കൈയിൽ. വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ ഒരു വൈറ്റ് ഗ്യാപ്സ് ഒക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. ഞാൻ കാണിച്ചു തരാം. ടിഷ്യൂ പേപ്പർ എടുക്കുക, ഒന്നിങ്ങനെ ഒന്ന് മടക്കി എടുത്ത ശേഷം ഒരു വൈറ്റ് ഗ്യാപ്പ് വരുന്ന സ്ഥലത്തേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കളർ. ഓക്കെ, വൈറ്റ് ആക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വൈറ്റ് ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് ഇവിടേക്ക് ഒന്നിങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സ്കൈയിൽ നമുക്ക് ക്ലൗഡ്സിൻ്റെ ഫീലൊക്കെ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്കൈ ആയിട്ട് മാറും കേട്ടോ. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ക്ലൗഡ്സിന് ഇങ്ങനെ ഒരു ഷേപ്പ് തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഏത് ഷേപ്പിൽ ചെയ്താലും ക്ലൗഡ്സിൻ്റെ ഒരു ഫീൽ അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രം മതി. ഓക്കെ, നല്ല റിസൾട്ട് ആയിരിക്കും കാണാനായിട്ട് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ സ്കൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് ഞാൻ സ്കൈ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഞാൻ സ്കൈയിൽ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ട്രീയുടെ പോർഷൻ ചെയ്യാം. ഇവിടെ ദൂരത്ത് കാണുന്ന കുറച്ച് ചെടികളും ട്രീ എല്ലാം ഉണ്ട്. ഈ കരയുടെ തൊട്ടടുത്ത് കാണുന്നത് നമ്മളിവിടെ ഔട്ട്ലൈൻ വരച്ചത് ഇവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ ഞാൻ ആദ്യം യെല്ലോ കളറാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിൽ യെല്ലോ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ സിക്സാഗ് പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. സിക്സാഗ് പോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സും കുഞ്ഞു കുഞ്ഞു സിക്സാഗ് പോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം ഷേപ്പിൽ ഇങ്ങനെ കളർ ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കുറച്ച് ദൂരം നമുക്ക് ഇതേപോലെ ഇങ്ങനെ യെല്ലോ ചെയ്യാം. ഓക്കെ, യെല്ലോ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അടുത്തത് ലൈറ്റ് ഗ്രീൻ. വെറുതെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നീളത്തിൽ ചെയ്ത് കൊടുക്കരുത്. ഇങ്ങനെ നോക്കി റാൻഡം ഷേപ്പിൽ സിക്സാഗ് പോലെ ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെ കണ്ടോ, ഇങ്ങനെ ഡോട്ട്സും കുഞ്ഞു കുഞ്ഞു ലൈൻസും. അത് ഡിഫറെൻറ്റ് ആംഗിളിലേക്ക് ചെയ്യാം കേട്ടോ. ഒരേ ഡയറക്ഷൻ തന്നെ ചെയ്യാനായിട്ട് പാടില്ല, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. കണ്ടോ, യെല്ലോവിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് കയറ്റി ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലേ നന്നായിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്ത് കിട്ടുള്ളൂ. യെല്ലോ ആക്ച്വലി ഒരുപാട് ലൈറ്റ് കളർ ആയതുകൊണ്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന ഫീല് വരും. ആക്ച്വലി ഒരു ലൈറ്റ് ഗ്രീനും കൂടി വരുമ്പോഴാണ് ആ ഒരു യെല്ലോൻ്റെ എഫക്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം ഷേപ്പിലുള്ള സ്ട്രോക്ക് മാത്രമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്ട്രോക്കാണ് ആക്ച്വലി ഇടുന്നത്, അല്ലാതെ ഫ്ലാറ്റ് ആയിട്ട് നമ്മളിങ്ങനെ കളർ ചെയ്യാനായിട്ട് പാടില്ല. ഫ്ലാറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലീഫിൻ്റെ എഫക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വെറുതെ റാൻഡം ഷേപ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്ട്രോക്ക് ഇട്ട് പോവുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഉണ്ടോ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു ഗ്രീന് അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും താഴത്ത് നല്ല ഡാർക്കർ ആയിട്ടുള്ള ഗ്രീൻ യൂസ് ചെയ്യാം ഇവിടെ. ഗ്രൗണ്ടിൻ്റെ ലൈൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഞാൻ ചെയ്യുന്നതെന്നുള്ള കാര്യം. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്.
കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ എന്ത് ചെയ്യണം, ഒരു ലീഫിൻ്റെ ഷേപ്പ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാണ് ആക്ച്വലി നമ്മളവിടെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഏറ്റവും താഴത്ത് നമ്മൾ സാബ് ഗ്രീൻ ഇല്ലേ, നല്ല ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ട് കുറച്ചൊന്നിങ്ങനെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം ഏറ്റവും താഴത്ത്. ഒട്ടും വെളിച്ചടിക്കാത്തൊരു ഫീലാണ് ഏറ്റവും താഴത്ത് വേണ്ടത്. ഈ ഒരു യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് സൺലൈറ്റ് അടിക്കും. അപ്പോൾ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുമ്പോൾ അവിടെ ഒരു യെല്ലോയിഷ് ലൈറ്റ് ഫീൽ വരും. പിന്നെ അത് മെല്ലെ എന്ത് ചെയ്യും, താഴോട്ട് ലൈറ്റിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ഏറ്റവും താഴത്ത് നല്ല ഡാർക്ക് ഗ്രീൻ. അപ്പോൾ ഒട്ടും വെളിച്ചടിക്കില്ലല്ലോ. ഇവിടെ കുറേ ലീഫുകളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ താഴ്ഭാഗത്തോട്ട് ലൈറ്റിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കുറവായിരിക്കും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും താഴത്ത് നമ്മൾ ഈ ഒരു സാബ് ഗ്രീൻ നല്ല ഡാർക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ തിയറി സൈഡ് ഇതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമ്മുടെ പെയിൻറ്റിങ്ങും ഡ്രോയിങ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നത്. അത് കളർ ചെയ്യുമ്പോഴും ഷെയ്ഡ് ചെയ്യുമ്പോഴും പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോഴും എല്ലാത്തിനും ഇത് ബാധകമാണ്. ഈ ഒരു തിയറിയാണ് നമ്മൾ എല്ലാവരുടെയും യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ. ഇടയിൽ ഒരേ ട്രെയിനിൻ്റെ ഷേപ്പൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വലുതാക്കിയിട്ട് മുകളിലോട്ട് ഇങ്ങനെ കയറ്റി ചെയ്തിടാനൊക്കെ പറ്റും, ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഒക്കെ ഇടയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കണ്ടോ, ട്രെയിനിൻ്റെ ഷേപ്പ് പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു കളർ ട്രീയും കൂടി ചെയ്ത് നോക്കിയാലോ, അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ഓറഞ്ച് കളർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ചെയ്യാം കേട്ടോ, റാൻഡം ഷേപ്പിലാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം കുറച്ച് ഓറഞ്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് റെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഡാർക്ക് ഷാഡോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, ലൈറ്റ് ഏറ്റവും കുറവുള്ള ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്കായിട്ട് ചെയ്യണമെന്ന്. അത് നമ്മൾ എല്ലാവിടെയും ഷെയ്ഡ് ചെയ്യുമ്പോഴും ബാധകമാണ് കേട്ടോ, ട്രീ വരയ്ക്കുമ്പോഴും ലീഫ് വരയ്ക്കുമ്പോഴും. അപ്പോൾ എല്ലാവിടെയും നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ലൈറ്റ് ടൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ച് യൂസ് ചെയ്തു, മിഡിൽ ടൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് യൂസ് ചെയ്തു, നല്ല ഡാർക്ക് ടൂൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തു. ഡാർക്ക് ബ്രൗണോ ബ്ലാക്കോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അവിടെ ഒരു ഡാർക്ക് ടൂൺ ക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രം, എങ്കിലാണ് ഒരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് ഇലകളൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് വിടർന്ന് പുറത്തോട്ട് നിൽക്കുന്നത് പോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നോക്കി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഒരു ഡാർക്ക് പെൻസിൽ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബ്രാഞ്ചൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. കണ്ടോ, ഈ ചെടികളിൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ച് വളർന്നു വരുന്നത് പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ചെടികളുടെ ഉള്ളിലൂടെ ഈ ഒരു ട്രീ വളർന്ന് മുകളിലോട്ട് വരുന്നത് പോലെ നമുക്കൊരു ഫീൽ കിട്ടും. കണ്ടോ കണ്ടോ, അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ഈ ചെടികളുടെ ഉള്ളിലൂടെ വളർന്നു വരുന്നൊരു ഫീല് നമുക്ക് നന്നായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ വരയ്ക്കുക കേട്ടോ. ഇതൊരു 10B പെൻസിലോ 12B പെൻസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യുക. അപ്പോൾ 10B ഒക്കെ നിങ്ങളുടെ കോമൺ ആയിട്ട് ഉണ്ടാവുമല്ലോ. 10B പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
നോക്കി ഈ ഒരു ട്രീൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്രാഞ്ചസ് വരയ്ക്കാം നമുക്ക്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ലീഫിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് പുറത്തോട്ട് ഇങ്ങനെ വരുന്നത് പോലെയൊക്കെ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു ഭംഗി തോന്നുന്ന പോലെ ബ്രാഞ്ചസ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് ആ ഒരു ട്രീ നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ അവിടെ കാണാനായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു ട്രീൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. കണ്ടോ, ഇതുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ച്, ഈ ഒരു ട്രീൻ്റെ ഒക്കെ ബ്രാഞ്ചസ് പോലെ ഒരുപാട് മുകളിലോട്ട് വരയ്ക്കണ്ട, ഇതിൻ്റെ ഇടയിൽ മാത്രം. ഈ ലീഫിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്രാഞ്ചുകൾ പുറത്തോട്ട് വരുന്നത് പോലെയൊക്കെ നമുക്ക് വരച്ചെടുക്കാം. നോക്കി അവിടെ കുറേ ബ്രാഞ്ച് വരച്ചപ്പോൾ ആ ഒരു ബുഷിന് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ഫീൽ വന്നില്ലേ, കുറച്ചും കൂടി നല്ല ഭംഗിയില്ലേ ബുഷുകൾ കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് പോലെ വരയ്ക്കുമ്പോൾ കാണാനും കുറച്ച് ഭംഗി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ട്രീ വരച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയായി ആക്ച്വലി നമ്മുടെ ഈ ഒരു ഡ്രോയിങ് കാണാനായിട്ട്. കണ്ടോ, അപ്പോൾ ആ ഒരു ബുഷിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഫീൽ അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ബുഷിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ വളർന്നു വരുന്ന ഈ ചെടികളുടെയും ഈ ഒരു മരങ്ങളുടെ ഇടയിൽ നിന്നും ഒരു ട്രീ ഇങ്ങനെ വലുതായി വന്നു, വലുതായിട്ട് അവിടെ നിന്നിട്ട് അതിൽ കുറേ കളറായിട്ടുള്ള ഇലകളും ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായില്ലേ, നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് കാണാനായിട്ട് കൂടുതൽ ഭംഗി അതിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ പോർഷൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഗ്രൗണ്ടിൻ്റെ പോർഷൻ ചെയ്യാം. ഗ്രൗണ്ടിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ യെല്ലോ ഓക്കർ എന്ന കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യെല്ലോ ഓക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മണ്ണിൻ്റെ കളർ ടെക്സ്ചറൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കിവിടെ ഞാൻ യെല്ലോ ഓക്കർ കളർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ യെല്ലോ ഓക്കർ കളർ എടുക്കുന്ന സമയത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഇവിടെ കണ്ടോ, വേറെ പുതിയ കളർ ഉള്ളതുകൊണ്ട് ആദ്യം വെച്ചപ്പോൾ ആ ഒരു കളറാണ് വന്നത്. നേരത്തെ ഞാനിവിടെ കളർ യൂസ് ചെയ്തപ്പോൾ ആ കളർ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, റെഡ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ എപ്പോഴും കളർ എടുക്കുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ പറയാണ്ട് ജസ്റ്റ് വെച്ചപ്പോഴേക്കും ആ കളർ കണ്ടോ ഇവിടെ വന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ ടെക്സ്ചർ ഫീൽ ചെയ്യുന്നത് പോലെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ട് ഒരു ടെക്സ്ചർ കാണുന്ന രീതിയിൽ ചെയ്യും. കണ്ടോ, ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു മണ്ണിൻ്റെ ടെക്സ്ചർ പോലെ തോന്നുന്നത്. ഇടയിലൊന്നും ഇങ്ങനെ ഡാർക്കായിട്ട് കൊടുക്കാം, ഇടയിൽ ആ ഒരു ലൈൻസ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ടെക്സ്ചർ അതേപോലെ തന്നെ കൊടുക്കാം. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ കുറച്ചൊരു ലൈറ്റ് ഗ്രീൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ. സൈഡിലൊക്കെ ചെറുതായിട്ടൊരു ഗ്രീന് ഷെയ്ഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്രൗണ്ട് ആണല്ലോ, അപ്പോൾ ചെറിയൊരു ഗ്രീനിൻ്റെ ഷെയ്ഡും അവിടെ വരുന്നത് പോലെ. യെല്ലോൻ്റെ മുകളിലൂടെ ചെറുതായിട്ടൊന്ന് ഈ ഒരു ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ഓടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ ഇടയിലൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫീൽ നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനിങ്ങനെ ബ്ലെൻഡ് ചെയ്തിടാം.
ഓക്കെ, ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടിൻ്റെ പോർഷൻ വളരെ മിനിമൽ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഗ്രൗണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ പോർഷൻ ചെയ്യാം. വെള്ളത്തിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നുള്ളൂ. ബ്ലൂ ഇങ്ങനെ ഒന്ന് ചെരിച്ച് പിടിക്കുക. ചെരിച്ച് പിടിച്ചിട്ട് ലൈറ്റായിട്ടൊന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ലീപ്പിംഗ് ഡയറക്ഷനിൽ ലൈറ്റായിട്ട് ആദ്യം ഒന്നിങ്ങനെ ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ഗ്രീനിഷ് ഒക്കെ ഉണ്ടല്ലോ, എപ്പോഴും വെള്ളത്തിലോട്ട് സൈഡിൽ നിൽക്കണതിൻ്റെ ഷെയ്ഡൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഒരു ഗ്രീൻ കളറും ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ബുഷിൻ്റെ ഇതുപോലെ അപ്പോൾ മേലെ ഉള്ളതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കുമല്ലോ താഴത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് നമുക്ക് ബ്ലൂവും ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലൂടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വൈറ്റ് എടുക്കാം. ബ്ലൂവിൻ്റെ ഷെയ്ഡ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഒരു വെള്ളത്തിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊന്ന് ലൈറ്റായി പോയിട്ടുണ്ട്, അതൊന്നിങ്ങനെ ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആക്ച്വലി ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി വരുമ്പോഴാണ് ഒരു വെള്ളത്തിൻ്റെ എഫക്റ്റ് നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, മേലെക്കൂടെ റിഫ്ലക്ഷൻ പോലെ ചെറിയൊരു ലൈനും വൈറ്റ് വേണം. കണ്ടോ, കണ്ടോ, ഇതേപോലെയാണ് വെള്ളം ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇടയിൽ ഇങ്ങനെ ഓരോരോ ഡാർക്കായിട്ടുള്ള ലൈൻസ് ഇങ്ങനെ വരച്ചു. കണ്ടോ, വെള്ളത്തിൻ്റെ ഓളങ്ങൾ പോലെ ഓരോരോ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഷേപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റി.
ഓക്കെ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നല്ല റിയലിസ്റ്റിക് ആയിട്ടൊരു വെള്ളത്തിൻ്റെ ഫീൽ ഇവിടെ ആക്ച്വലി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. കണ്ടോ? ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിൻ്റെ പോർഷനും കൂടി ചെയ്യാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഷേപ്പ് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇതൊരു ഗ്രൗണ്ടിൻ്റെ പോർഷനാണ്. അപ്പോൾ ഗ്രൗണ്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ മേലെ ചെയ്തതുപോലെ തന്നെ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറച്ച് യെല്ലോ എടുക്കുന്നുണ്ട്. യെല്ലോ നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് അടിക്കാം. യെല്ലോ നമുക്ക് ആദ്യം പ്ലെയിൻ ആയിട്ട് അടിച്ചാലും ഗ്രീൻ വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ സ്ട്രോക്ക് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. സിക്സ് ആഗ് പോലെ വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ചെടികളൊക്കെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നല്ലൊരു സാബ് ഗ്രീൻ, ഏറ്റവും ഡാർക്കർ ആയിട്ടുള്ള ഗ്രീൻ യൂസ് ചെയ്തിട്ട് പിന്നെ ഡാർക്ക് ഷെയ്ഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആക്ച്വലി ഇവിടെ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്സ് വരുന്നുണ്ട്. വേണ്ടോ? ഇനി നിങ്ങൾക്ക് ഇവിടെ ലൈറ്റർ വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഓരോരോ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രീ വരച്ചു കൊടുക്കണം. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ട്രീയും കൂടി വരുമ്പോഴാണ് ആക്ച്വലി ഒരു ഡ്രോയിങ്ങിൻ്റെ കുറച്ചും കൂടി ഭംഗി വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഓയിൽ പേസിലോ അല്ലെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യാം, ബ്ലാക്ക് ഡാർക്കർ ആയിട്ടുള്ള പെൻസിലോ യൂസ് ചെയ്യാം. നമുക്ക് പെൻസിലും കൊണ്ട് വരച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ, ഇവിടുത്തെ ട്രീൻ്റെ ഷേപ്പ് ആദ്യം ഒരു ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ഡാർക്കൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിൽ വരയ്ക്കുക കേട്ടോ. കുറച്ചിങ്ങനെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ ഉള്ള പോലത്തെ ഒരു ട്രീ. ഇപ്പോൾ ട്രീ വരയ്ക്കുന്ന സമയത്ത് അത് മുന്നോട്ട് വളർന്നു പോകുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തിന്നായിട്ട് വേണം വരാനായിട്ട്. കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറേ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഓരോ ബ്രാഞ്ചസ് വരയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അത് മുന്നോട്ട് വളർന്നു പോകുമ്പോൾ വളരെ തിന്നായിട്ട് വേണം ഉണ്ടാവാനായിട്ട്. ഓക്കെ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. നിങ്ങൾ വളഞ്ഞിട്ട് വേവൊക്കെയുള്ള ട്രീയുടെ ബ്രാഞ്ച് പോലെ തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോ ബ്രാഞ്ചസും ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ.
കണ്ടോ, നല്ല ഭംഗി തോന്നുന്ന രീതിയിൽ കുറേ ബ്രാഞ്ചസ് ആണ് ആക്ച്വലി ട്രീൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ താഴത്ത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ വീണ്ടും വരച്ചു കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അതും കൂടെ ഒക്കെ വരുമ്പോഴാണ് ഒരു ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഡാർക്കായിട്ട്. അത് വരുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഡിഫൈൻഡ് ആവുന്ന കണ്ടോ. ഓക്കെ, ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഡാർക്ക് വേണമെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ നോക്കി, ഈ താഴ്ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഡാർക്ക് എവിടെയെങ്കിലും കുറവുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് പെൻസിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓയിൽ പേസ്റ്റിലും വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഈ 10B പെൻസിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സുകൾ ആവശ്യമുള്ളവിടെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കുറേ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ നിൽക്കുന്നത് പോലെ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരച്ച സമയത്ത് നമ്മുടെ ട്രീ ഇപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ട്രീ ഇങ്ങനെ ചെടികളുടെ ഉള്ളിൽ നിന്ന് വളർന്നു വരുന്നൊരു ഫീലും നമുക്കവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താഴ്ഭാഗം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെയും വേണമെങ്കിൽ കുറച്ച് പൂക്കൾ പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ കളറൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കണ്ടോ, ഈ പുല്ലുകളുടെ ഇടയിൽ കുറച്ചിങ്ങനെ പൂച്ചെടികൾ നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരൊന്നുമില്ല, ഒരു റെഡോ പിങ്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെയും കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കും. കണ്ടോ, എത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലൈറ്റർ ആയിട്ടുള്ള ഒരു ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഇവിടെ കുറച്ചിങ്ങനെ ചെടികൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു ഗ്രാസ്, ബിഗായി പോകാൻ പാടില്ല കേട്ടോ, കുഞ്ഞതായിരിക്കണം. എപ്പോഴും കുട്ടികളൊക്കെ വരയ്ക്കുമ്പോഴേ ഇങ്ങനെ ഗ്രാസസ് വരയ്ക്കുമ്പോൾ ഒരു വലിയ ബിഗായിട്ട് വരയ്ക്കും. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് തന്നെ ഇവിടെ അത്രയും വലിയൊരു ഗ്രൗണ്ട് കുഞ്ഞതായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ബിഗായിട്ടുള്ള ഗ്രാസസ് ഉണ്ടാവില്ലല്ലോ. ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് കുഞ്ഞു 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 പുല്ലായിരിക്കും. അപ്പോൾ ആ ഒരു ഹൈറ്റും വലിപ്പമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു വെള്ളത്തിൻ്റെ പോർഷനൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല സ്കൈ ആണ്, കളർ ട്രീ ചെയ്യാനായിട്ട് പഠിച്ചു. ഇതേപോലെ ബ്രാഞ്ചസ് മാത്രമുള്ള ട്രീ ചെയ്യാനായിട്ട് പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പെയിൻറ്റിങ്ങിലൂടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നതിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ടൈം നമ്മൾ
നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. 1-2 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു എഫക്റ്റ് ഒന്നും ഏതെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഓയിൽ പേസ്റ്റിൽ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 1-2 പ്രാവശ്യം ശരിയായില്ല എന്ന് വെച്ച് നമ്മൾ തളർന്നു പോകാനായിട്ട് പാടില്ല. അത് ശരിയാകുന്ന വരെ ഒരു വാശിയോടെ ഇരുന്നിട്ട് ഇത് ഞാൻ എന്തായാലും ശരിയാക്കും എന്നിട്ടേ അടുത്തത് ചെയ്യുള്ളൂ എന്നൊരു വാശിയോടെ ഇരുന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്ത് നോക്കിയേ, അടിപൊളിയായിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു വാശിയോടെ ഇരുന്നിട്ട് ഈ ഒരു പെയിൻറ്റിങ് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് കറക്റ്റ് ആകുന്നത് വരെ, ഇതേപോലെ വരുന്നത് വരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നല്ല ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്, ഒരു സീനറിയാണ്, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല മനോഹരമായിട്ട് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.